അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ റമദാനിലെ 20ാമത്തെ നോമ്പ് നമുക്ക് അനുഷ്ഠിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. തുടർന്ന് അവസാന 10ലേക്ക് പ്രവേശിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ സൂചിപ്പിക്കുന്നു, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫി ശഹരി വൽ അവാഖിരി മാ ലാ യജ്തഹിദു ഫി ഗൈരിഹി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10ആവുമ്പോൾ, റമദാനിലെ അവസാനത്തെ 10ആവുമ്പോൾ കൂടുതലായി പൊതുവെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൽ സജീവമായ ആരാധനാ കർമ്മങ്ങളിൽ മുഴുകുകയാണ്. അവസാനത്തെ 10ആവുമ്പോൾ അതിനേക്കാൾ ഉപരിയായി ആരാധനാ കർമ്മങ്ങളിൽ സജീവമാകുകയാണ്. മാലാ യജ്തഹിദു ഫീ ഗൈരിഹി, മറ്റൊരു ദിവസത്തിലും ഈ 10 ദിവസങ്ങളെ പോലെ മറ്റൊരു ദിവസത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രമാത്രം സജീവമാകാറില്ലായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ സൂചിപ്പിക്കുന്ന മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ദഖലൽ അശ്റു അഹ്യൽ ലൈൽ, അവസാനത്തെ 10ലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അഹ്യൽ ലൈൽ, രാത്രിയെ ജീവനുള്ളതാക്കുമായിരുന്നു. രാത്രി കിടന്നുറങ്ങാനും സൊറ പറയാനും ഒന്നുമല്ല, രാത്രിയും ആരാധന കർമ്മങ്ങളിൽ മുഴുകാനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആരാധനാ കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ പാരായണമുണ്ട്, ഖിയാമുൽ ലൈൽ നമസ്കാരമുണ്ട്, ദിക്ർ ദുആകളുണ്ട്. അത്തരത്തിൽ ആരാധനാ കർമ്മങ്ങളിൽ വല്ലാതെ സജീവമായിരുന്നു. മാത്രമല്ല വീട്ടുകാരെ വിളിച്ചുണർത്തുകയും ചെയ്യുമായിരുന്നു. ഉറങ്ങല്ലേ ഉറങ്ങല്ലേ, എഴുന്നേൽക്ക്, അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാനും പടച്ചവന് സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കാനും തയ്യാറാവൂ എന്ന് പറഞ്ഞ് വീട്ടുകാരെ, ഭാര്യയെ ഒക്കെ വിളിച്ചു ഉണർത്തുമായിരുന്നു. വജദ്ദ വശദ്ദൽ മുഅസ്സറ, വജദ്ദ വശദ്ദൽ മുസവ്വറ, മുണ്ട് മുറുക്കി കൊടുത്തുകൊണ്ടായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന 10ൽ സജീവമായി കൊണ്ടിരുന്നത്. രാത്രികളിൽ പ്രത്യേകിച്ച് മുണ്ട് മുറുക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാനുള്ള സമയം പോലും അങ്ങ് ശ്രദ്ധിക്കാതെ, വിശന്നാൽ ഒന്ന് മൂടി മുണ്ട് മുറുക്കി കൊടുത്ത് ആ വിശപ്പ് സഹിച്ചുകൊണ്ട് പോലും പ്രവാചകൻ അവസാന 10ലെ സജീവമാക്കിയിരുന്നാണ് എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിച്ചിരിക്കുന്നത്. ഈ വിശുദ്ധ മാസം 3ൽ 2ഉം കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. 3 ഭാഗത്തിൽ 2ഉം കഴിഞ്ഞിരിക്കുന്നു, ഒരു ഭാഗം മാത്രം. ഈ 20 ദിവസങ്ങൾ എത്ര വേഗമാണ് കഴിഞ്ഞത് എന്ന് പലരും പറയുന്നത് കേൾക്കുന്നുണ്ട്. അതെ, അത്രമാത്രം വേഗതയിലാണ് എല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ 10 ദിവസം എന്ന് പറയുമ്പോൾ വളരെ വേഗത്തിൽ, അടുത്തൊരു വെള്ളിയാഴ്ചയാകുമ്പോൾ നോമ്പ് 27 പിന്നെ 2 ദിവസം കൂടി ആകുമ്പോൾ നോമ്പ് അവസാനിക്കുകയാണ്. നോമ്പിലൊരു മനുഷ്യൻ ഹാജരായി കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന പുണ്യങ്ങളെ കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചതാണ്. ഇനിയൊരടുത്ത നോമ്പിൽ നമ്മൾ എത്തുമോ എന്ന് പോലും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിൻപറ്റി ഈ അവസാന 10നെ ഏറ്റവും ജീവനുള്ളതാക്കാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമമാണ് വിശ്വാസികളിൽ നിന്നുണ്ടാവേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ മിമ്പറിൽ കയറി വരുമ്പോൾ, ആ സ്റ്റെപ്പുകൾ കയറി വരുമ്പോൾ ഓരോ സ്റ്റെപ്പിൽ നിന്നും ആമീൻ 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 എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ കേട്ടതാണ്. 3 പ്രാർത്ഥനകളാണ് അവിടെ ജിബ്രീൽ നിർവഹിച്ചിരിക്കുന്നത്. അതിൽ 3ൽ 1 പറഞ്ഞിരിക്കുന്നത്, വൃദ്ധരായ മാതാപിതാക്കൾ നിങ്ങൾക്കുണ്ടായിട്ടും സ്വർഗം, വൃദ്ധരായ മാതാപിതാക്കൾ നമുക്ക് ശുശ്രൂഷിക്കാനുണ്ടായിട്ടും സ്വർഗം നേടാൻ കഴിയാതെ പോകുന്നവൻ നശിക്കട്ടെ എന്ന ജിബ്രീൽ പ്രാർത്ഥിച്ചത്. അതിനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറഞ്ഞത്. വൃദ്ധരായ മാതാപിതാക്കൾ, അവരെ സംരക്ഷിക്കാനും അവരെ ശ്രദ്ധിക്കാനുമൊക്കെ മറ്റെന്തിനേക്കാളും സമയം കണ്ടെത്തുക എന്നുള്ളത് മക്കളുടെ ചുമതലയാണ് എന്ന് വിശുദ്ധ ഖുർആന്റെ വചനങ്ങളിലൂടെ, പ്രവാചകന്റെ വചനങ്ങളിലൂടെ നാം മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെ വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടായിരിക്കെ സ്വർഗം നേടാൻ, അപ്പൊ സ്വർഗം നേടാൻ വീട്ടിൽ
ക്ഷീണിതരായ, രോഗികളായ, അവശരായ മാതാവോ പിതാവോ ഉണ്ടെങ്കിൽ മതി എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അവരെ ഏറ്റവും തൃപ്തിയോടെ, അവർക്കൊരു നീരസം പോലും ഇല്ലാത്ത രീതിയിൽ അവരെ സംരക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് സ്വർഗം ഉണ്ട് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. രണ്ടാമതായി പ്രവാചകൻ പറഞ്ഞത്, റമദാൻ വന്നിട്ട് പാപമോചനം നേടാത്തവൻ നശിക്കട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു. ഈ വിശുദ്ധ റമദാൻ, ഈ അവസാനത്തെ 10 എന്ന് പറയുമ്പോൾ പാപമോചനത്തിന് കൂടുതൽ സമയം ചെലവഴിക്കപ്പെടുന്ന സമയമാണ്. ഈ റമദാൻ വന്നിട്ടും നമ്മുടെ കഴിഞ്ഞ കാലത്തെ കൊച്ചു കൊച്ചു തെറ്റുകൾ അങ്ങനെ തന്നെ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിൽ അള്ളിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ അതൊന്നും കുറഞ്ഞു പോവാതെ അതേ വിധത്തിൽ തന്നെയാണ് നമ്മൾ നിലനിർത്തുന്നതെങ്കിൽ തൗബയിലൂടെ, ഇസ്തിഗ്ഫാറിലൂടെ നമ്മളതിനെ മോചിപ്പിച്ച് കളഞ്ഞില്ല എങ്കിൽ, കഴുകിക്കളഞ്ഞില്ല എങ്കിൽ മഹാനഷ്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയാണ്. മൂന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രവാചകന്റെ നാമം, എന്റെ പേര് കേട്ടിട്ടും സ്വലാത്ത് ചെല്ലാത്തവൻ, അവനെതിരെയും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയുകയും ചെയ്തു. ഈ പറഞ്ഞ 3 കാര്യങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗൗരവതരമാണ്. ഒരു സത്യവിശ്വാസിയുടെ വീട്ടിലും വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടായിരിക്കെ അവർക്കൊരു പ്രയാസം, അവർക്കൊരു ബുദ്ധിമുട്ട്, അവർക്കൊരു പരാതി പറയൽ, അതിനുള്ള അവസരം നമ്മൾ കൊടുത്തുകൂടാ. അതേപോലെ തന്നെയാണ് ഈ റമദാനിന്റെ ദിവസങ്ങളില്, ഈ റമദാനിന്റെ സമയങ്ങള് പശ്ചാത്താപവും തൗബയും കൊണ്ട്, ഇസ്തിഗ്ഫാറും തൗബയും കൊണ്ട് സമ്പന്നമാക്കാനുള്ള ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം. മൂന്നാമത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറ്റാരേക്കാളും സ്നേഹിക്കുന്നവരാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പ്രമാണമായി അംഗീകരിച്ചിട്ടുള്ള നമ്മൾ. നമ്മുടെ മനസ്സിൽ പ്രവാചകനെ കുറിച്ചുള്ള ഓളം ഇങ്ങനെ അലയടിച്ചു കൊണ്ടേയിരിക്കണം. പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തഖിഫുൽ അശറൽ അവൈഹ മിൻ റമളാന ഹത്താ തവഫാഹുല്ലാഹ്. പ്രവാചകൻ അന്ത്യശ്വാസം വലിക്കുവോളം, വഫാത്താകുവോളം ഈ അവസാനത്തെ 10 ഈതികാഫ് വചനമിരിക്കാറുണ്ടായിരുന്നു പള്ളിയിൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മരണം വരെ പള്ളിയിൽ അവസാനത്തെ 10 ആകുമ്പോൾ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. പള്ളിയിൽ വന്ന് സമയങ്ങൾ ഇങ്ങനെ പള്ളിയിൽ ചെലവഴിക്കുക, മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുക. ഒരു 10 ദിവസത്തേക്ക് ഒരു മാസം നമ്മൾ അധ്വാനിച്ചാലേ ഒരു മാസത്തെ പട്ടിണി മാറ്റാൻ നമുക്ക് കഴിയുള്ളൂ എന്ന സാഹചര്യം ഉണ്ടായാൽ പോലും ഈ റമദാനിലെങ്കിലും അത് 20 ദിവസത്തെ അധ്വാനത്തിൽ ഒതുക്കിക്കൊണ്ട് 10 ദിവസം ആരാധനാകർമ്മങ്ങളിൽ, ഇഅ്തികാഫിലൂടെ, പ്രാർത്ഥനയിലൂടെ ആരാധനാകർമ്മങ്ങളിൽ മുഴുകാനുള്ള പ്രചോദനമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലെ ആർഭാടമല്ല, ദുനിയാവിലെ രുചികരമായ ഭക്ഷണ വിഭവങ്ങളല്ല, ദുനിയാവിലെ സൗകര്യങ്ങളല്ല, ഈ റമദാനിലെങ്കിലും, ഈ റമദാനിന്റെ അവസാന 10 പടച്ചവന്റെ പ്രീതി എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാക്കി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ള ചോദ്യം കൂടിയാണിത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറയുന്ന അവസാന വർഷത്തിൽ റമദാനിലെ 20 ദിവസവും ഈത്തിക്കാഫ് ഇരുന്നു എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല, പ്രവാചകനുള്ള കാലഘട്ടത്തിലും പ്രവാചകന്റെ വഫാത്തിന് ശേഷവും അവിടുത്തെ പത്നിമാർ ഈത്തിക്കാഫ് ഇരിക്കാറുണ്ടായിരുന്നു പള്ളിയിൽ. പ്രവാചകന്റെ ഭാര്യമാർ പ്രവാചകന്റെ വിയോഗത്തിന് ശേഷവും പള്ളിയിൽ ഈത്തിക്കാഫ് ഇരിക്കാറുണ്ടായിരുന്നു. പള്ളി സ്ത്രീകൾക്ക് അനുവദനീയമല്ലാത്ത ഒരു കാര്യമേ അല്ല എന്നും കൂടി നാം മനസ്സിലാക്കണം. ഇതുമായി ബന്ധപ്പെട്ട് ചില വിശ്വാസികൾ ഈത്തിക്കാഫ് ഇരിക്കേണ്ടത് 3 പള്ളികളിൽ മാത്രമാണ്, മറ്റു പള്ളികളിലൊന്നും ഈത്തിക്കാഫ് ഇരിക്കേണ്ടതില്ല എന്നൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പ്രചരണം കേൾക്കാറുണ്ട്. അത്തരത്തിലൊരു ദുർബല ഹദീസുമുണ്ട്. എന്നാൽ ജമാഅത്ത് നമസ്കാരം നിർവഹിക്കപ്പെടുന്ന എല്ലാ 5 വക്തും ജമാഅത്ത് നമസ്കാരം നിർവഹിക്കപ്പെടുന്ന എല്ലാ പള്ളിയിലും ഈത്തിക്കാഫ് അനുവദനീയമാണ്. അതാണ് അതിന്റെ യാഥാർത്ഥ്യം, അതാണ് അതിന്റെ വസ്തുത. 5 വക്ത് നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്ന പള്ളികളിൽ ഈത്തിക്കാഫ്
അനുവദനീയമാണ്. അങ്ങനെ ചില പള്ളികൾ ഉണ്ടാകും, അടച്ചിടുന്ന പള്ളി, എപ്പോഴെങ്കിലും ഏതെങ്കിലും സീസൺ വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും സന്ദർഭം വരുമ്പോൾ ഒക്കെ ഒന്നോ രണ്ടോ നിസ്കരിച്ച് പോകുന്ന അങ്ങനത്തെ പള്ളികളൊന്നും പരിസരത്തൊന്നുമില്ല. അങ്ങനെയൊക്കെയുള്ള പള്ളികളാണെങ്കിൽ അവിടെ ഈത്തിക്കാഫ് ഇരിക്കൽ അനുവദനീയമല്ല എന്നും പഠിപ്പിച്ചിരിക്കുകയാണ്. അതേപോലെ അവസാന പത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലൈലത്തുൽ ഖദർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, തീർച്ചയായും നാം ഇതിനെ അഥവാ വിശുദ്ധ ഖുർആനിനെ നിർണയത്തിന്റെ രാത്രിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, അല്ലാഹു ഇതാ വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത് നിർണയത്തിന്റെ അഥവാ ഈ ഖദറിന്റെ രാത്രിയിലാണ് എന്ന്. എന്നിട്ട് ചോദിക്കുകയാണ് വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, എന്താണ് നിർണയത്തിന്റെ രാത്രി എന്ന് നിനക്കറിയാമോ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, നിർണയത്തിന്റെ രാത്രി 1000 മാസത്തേക്കാൾ പുണ്യമാണ്. ഒരൊറ്റ രാത്രി, ഈ അവസാനത്തെ പത്തിലെ ഒരൊറ്റ രാത്രി, ഏതോ ഒരു രാത്രി 1000 മാസത്തേക്കാൾ നമുക്ക് പുണ്യം നൽകുന്ന ഒരു രാത്രിയാണ് എന്ന് ഖുർആൻ പറയുകയാണ്. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, മലക്കുകളും ആത്മാവും അവരുടെ രക്ഷിതാവിന്റെ എല്ലാ കാര്യത്തെ സംബന്ധിച്ചുമുള്ള ഉത്തരവുമായി ആ രാത്രിയിൽ ഇറങ്ങി വരുന്നു. ആത്മാവെന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, ജിബ്രീലിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. മലക്കുകളും ജിബ്രീലും അവരുടെ രക്ഷിതാവിന്റെ എല്ലാ കാര്യത്തെ സംബന്ധിച്ചുമുള്ള ഉത്തരവുമായി ആ രാത്രിയിൽ ഇറങ്ങി വരുന്നു. സലാമുൻ ഹിയ ഹത്താ മത്ലഉൽ ഫജ്ർ, പ്രഭാതോദയം വരെ അത് സമാധാനമത്രേ. അങ്ങനെ ഒരു രാത്രി അള്ളാഹു നമുക്കായി ഒരുക്കി വെച്ചിരിക്കുകയാണ്. 1000 മാസം എന്ന് പറയുമ്പോൾ ഒരു പുരുഷായുസും കവിയും എന്ന് നാം മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തൻ്റെ ഉമ്മത്തിന്റെ പ്രായം 60നും 70നും ഇടയിലാണ് എന്ന്. എന്നാൽ 82 വർഷക്കാലമാണ് 1000 മാസം എന്ന് പറയുമ്പോൾ. ഒരു മനുഷ്യൻ 82 വർഷക്കാലം പരിപൂർണമായും ഇബാദത്തുകളിൽ മുഴുകിയാൽ അവന് നേടിയെടുക്കാവുന്ന പ്രതിഫലം എത്രമാത്രമുണ്ടോ അതൊരൊറ്റ രാത്രി കൊണ്ട് അള്ളാഹു നമുക്കായി നൽകുകയാണ്. അങ്ങനെ വലിയൊരു അനുഗ്രഹം അള്ളാഹു നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു. എപ്പോഴാണ് ആ രാത്രി? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിലെ ആദ്യത്തെ 10ലും രണ്ടാമത്തെ 10ലും ഈ രാത്രി പ്രതീക്ഷിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അപ്പോൾ അറിയിച്ചു, ഇന്നല്ലദീ തത്ലുഹു അമാമക, താങ്കൾ അന്വേഷിക്കുന്ന ആ രാവ് അവസാന 10ലാണ്. ആദ്യത്തേതും രണ്ടാമത്തേതുമല്ലാത്ത അവസാന 10ലാണ്. തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ വിത്രി മിനൽ അശ്റിൽ അവാഖിരി റമളാൻ, റമളാനിന്റെ അവസാനത്തെ 10ലെ ഒറ്റയിട്ട രാവുകളിലാണ് അത് സംഭവിക്കുക, അതുണ്ടാവുക. റമളാനിലെ അവസാനത്തെ 10ലെ ഒറ്റയിട്ട രാവുകളിൽ 21, 23, 25, 27, 29 ദിവസങ്ങളിലായിട്ട് നമുക്ക് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചിരിക്കാവുന്നതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ദുഖാനിൽ പറയാണ്, ഹാമീം വൽ കിതാബുൽ മുബീൻ, സ്പഷ്ടമായ വേദഗ്രന്ഥം തന്നെയാണിത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, തീർച്ചയായും നാം അതിനെ ഒരു അനുഗ്രഹീത രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഇന്നാ കുന്നാ മുൻദിരീൻ, തീർച്ചയായും നാം മുന്നറിയിപ്പ് നൽകുകയാണ് അതിനൊരു അനുഗ്രഹീതമായ രാത്രിയിൽ. അപ്പൊ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ വലിയ അനുഗ്രഹം വാരിക്കോരി അള്ളാഹുവിന്റെ അടിമകൾക്ക്, വിശ്വസ്തരായ അടിമകൾക്ക് നൽകുന്ന ദിവസമാണ്. അന്നത്തെ സമയം ബോധ്യപ്പെട്ടാൽ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറയുകയാണ്, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. വിശുദ്ധ റമളാനിൽ പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട ഏക പ്രാർത്ഥനയാണിത്. അത് ലൈലത്തുൽ ഖദറിന്റെ ദിവസത്തിൽ പ്രാർത്ഥിക്കൽ ഏറ്റവും ഉത്തമമാണ്. റമളാനിലെ എല്ലാ ദിവസവും ഇത് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തലും ഉത്തമമായ കാര്യമാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവ, അല്ലാഹുവേ നീ മാപ്പ് നൽകുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, നീ മാപ്പ് നൽകുന്നത് ഇഷ്ടപ്പെടുന്നവനാണ്. അല്ലാഹുവേ നീ മാപ്പ് നൽകുന്നവനാണ്, നീ മാപ്പ് നൽകുന്നത്
ഇഷ്ടപ്പെടുകയും ചെയ്യും. ഫഅഫു അന്നി, അതുകൊണ്ട് എനിക്ക് നീ മാപ്പ് തരണമേ, എനിക്ക് നീ പുറത്തു തരണമേ. പശ്ചാത്താപത്തിന്റെ പ്രാർത്ഥനയാണ്, തൗബയുടെ പ്രാർത്ഥനയാണിത്. അല്ലാഹുമ്മ ഇന്നക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഈ പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പത്നിക്ക് ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചു കൊടുത്തു. അതിലൂടെ മുസ്ലിം ലോകം ഒന്നടങ്കം ഈ പ്രാർത്ഥന ഉൾക്കൊള്ളുക എന്ന് പാഠവും നൽകിയിരിക്കുകയാണ്. അതുപോലെ ഈ അവസാനത്തെ പത്ത് ഇവിടെ ഈ പ്രാർത്ഥനയിൽ സൂചിപ്പിച്ചതുപോലെ തൗബയുടെ മാസമാണ്. തൗബ എന്ന് പറയുമ്പോൾ ചെയ്തു പോയ പാപങ്ങളിൽ ഖേദിച്ച് മടങ്ങുക. തെറ്റ് ചെയ്തു പോയതിൽ നമ്മൾ ഖേദിച്ച് മടങ്ങണം. ഇനി അത്തരം തെറ്റുകളിലേക്ക് ഞാൻ പോകൂല. അതൊരു ഉറച്ച തീരുമാനമായിരിക്കണം, ഒരു താൽക്കാലിക തീരുമാനമല്ല. തെറ്റുകൾ ചെയ്യുന്നു, തൗബ ചെയ്യുന്നു, റമദാൻ വരുന്നു, ഭയങ്കരമായിട്ട് ഈ ആരാധനാ കർമ്മങ്ങളിൽ മുഴുകുന്നു, റമദാൻ കഴിയുന്നു, പിന്നെയും പഴയതുപോലെ, പിന്നെയും തൗബ, പിന്നെയും റമദാൻ. അല്ല, അങ്ങനെയല്ല. തൗബ എന്ന് പറഞ്ഞാൽ ഒന്ന് തെറ്റ് ചെയ്തതിൽ അവന് ഖേദമുണ്ടാവണം, അവന്റെ മനസ്സിൽ പ്രയാസമുണ്ടാവണം, ഒരു മുള്ളു തറക്കുന്നത് പോലെ അവന്റെ ഹൃദയം നോവണം. അങ്ങനെ ഖേദമുണ്ടാകണം. അങ്ങനെ ഖേദമുണ്ടാവുക മാത്രമല്ല, ഇനി തെറ്റ് ഞാൻ ചെയ്യില്ല എന്ന ഒരു ഉറച്ച തീരുമാനവും, ഒരിക്കൽ പോലും ഏത് സന്ദർഭത്തിലും ഈ തെറ്റിനി എന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന ഉറച്ച ഒരു തീരുമാനം എടുത്ത് അങ്ങനെ ജീവിക്കാൻ തയ്യാറാകണം. അതാണ് തൗബ. അതാണ് തൗബ. താൽക്കാലികമായി 1-2 മാസത്തേക്കോ 1-2 കൊല്ലത്തേക്കോ തെറ്റുകൾ ചെയ്യില്ല എന്ന തീരുമാനത്തിനല്ല, അതിനല്ല തൗബ എന്ന് പറയുന്നത്. അതായത് ഇനി ഒരിക്കൽ പോലും ഒരു അബദ്ധം, ഒരു തെറ്റ് എന്നിൽ നിന്ന് വന്നുപോയി, ആ തെറ്റിലേക്ക് ഞാൻ ഇനി തിരിച്ചു പോകില്ല എന്ന ഉറച്ചൊരു തീരുമാനം. ചിലപ്പോ മനുഷ്യൻ എന്ന നിലക്ക് ചില സാഹചര്യത്തിൽ ആ തീരുമാനത്തിന് വിരുദ്ധമായ രീതിയിൽ, മനഃപൂർവ്വമല്ലാത്ത രീതിയിലോ മറ്റോ ഒരു അബദ്ധം വന്നു പോയാൽ, ഒരു തെറ്റ് വന്നു പോയാൽ, ഇതിന്റെ വിശേഷം ഈ തൗബ, ഈ പശ്ചാത്താപ പ്രാർത്ഥന കൂടുതൽ സജീവമാക്കിക്കൊണ്ട് വീണ്ടും തിരിച്ചു വരണം എന്നും കൂടി നാം മനസ്സിലാക്കുക. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സൂറത്ത് സുമറിൽ പറയുക, സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ചു പോയ എന്റെ ദാസന്മാരെ, എന്റെ അടിമകളെ, സ്വന്തം ആത്മാക്കളോട്, നമ്മളോട് തന്നെ നമ്മൾ അതിക്രമം പ്രവർത്തിക്കുക എന്നുള്ളതാണ് തിന്മ. നമ്മളെ തന്നെ നമ്മൾ ദ്രോഹിക്കുന്നതാണ് തിന്മ. ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ അവർക്ക് നമ്മുടെ ശരീരത്തെ സുഖിപ്പിക്കാനും ആസ്വദിപ്പിക്കാനുമുള്ള കളികളാണിതെന്നാണ് ധരിക്കുക. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തെ തന്നെ നശിപ്പിക്കുന്ന, ആത്മാവിനെ തന്നെ തളർത്തിക്കളയുന്ന ഒന്നാണ് തിന്മ. അത് ഇന്നല്ലെങ്കിൽ നാളെ അവന് അനുഭവപ്പെടും. ആ നാളെ ചിലപ്പോൾ പരലോകമായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിന്റെ സായാഹ്ന സമയങ്ങളായിരിക്കാം. എന്തായിരുന്നാലും തിന്മയെക്കുറിച്ച് പറയുന്നു, സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ചു പോയ എന്റെ ദാസന്മാരെ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ പറ്റി നിങ്ങൾ ഹതാശരാവല്ലേ, നിങ്ങൾ നിരാശരാവല്ലേ, നിങ്ങൾ ബേജാറാവേണ്ട. പടച്ചവന്റെ കാരുണ്യം, നമുക്കായി ഒരുക്കി വെച്ച കാരുണ്യം നമുക്ക് മേൽ വർഷിക്കപ്പെടും. അത് അള്ളാഹു ബ്ലോക്ക് ചെയ്തു വെച്ചിട്ടില്ല, അത് അള്ളാഹു മാറ്റിവെച്ച് കളഞ്ഞിട്ടില്ല. നമുക്കായി ആ കാരുണ്യം എപ്പോഴും എപ്പോഴും വർഷിക്കപ്പെടും. അതിന് അവൻ ചെയ്യേണ്ടത് അങ്ങനെ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് തിരിച്ചു മടങ്ങുക എന്നുള്ളതാണ്. തീർച്ചയായും അള്ളാഹു പാപങ്ങളൊക്കെ പൊറുക്കുന്നതാണ്. അവൻ തന്നെയാകുന്നു ഏറ്റവും പൊറുക്കുന്നവനും കരുണാനിധിയും. വിശുദ്ധ ഖുർആൻ സൂറത്ത് തഹ്രീമിൽ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹാ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് നിഷ്കളങ്കമായ പശ്ചാത്താപം കൊണ്ട് കൈകൊണ്ട് മടങ്ങുക. നിഷ്കളങ്കമായ രീതിയിൽ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക. സത്യവിശ്വാസികളെ, നമ്മുടെ പശ്ചാത്താപം നിഷ്കളങ്കമായിരിക്കണം. തൗബ എന്നുള്ള കാര്യത്തിൽ നിഷ്കളങ്കത ഉണ്ടാവണം. ഒരു കാപഡ്യവും ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച് അടുത്ത വർഷത്തിൽ, അടുത്ത നാട്ടിൽ, അടുത്ത കാലത്ത് വേണമെങ്കിൽ ചെയ്തു നോക്കാം അപ്പോഴല്ലേ എന്നൊരു ചിന്ത പോലും തെറ്റിനെ കുറിച്ച് നമ്മുടെ മനസ്സിലുണ്ടാവരുത്. തെറ്റ് സംഭവിച്ചാൽ ആത്മാർത്ഥമായി ഖേദിക്കുക. ജീവിതാവസാനം വരെ ആ ഖേദം ലംഘിക്കാതിരിക്കുകയും ചെയ്യണം. അനസ് റളിയല്ലാഹു പറഞ്ഞ ഒരു സംഭവമുണ്ട്. അല്ലാഹു അഫ്റഹു ബി തൗബത്തി അബ്ദിഹി മിൻ അഹദികും സഖത്ത് അലാ ബഗീറഹി വഖദ് അദല്ലഹു ഫിൽ അർദി ഫലാ. നിങ്ങളിൽ ഒരാളുടെ ഒരു സംഭവം വിശദീകരിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ഒട്ടകം മരുഭൂമിയിൽ നഷ്ടപ്പെട്ടു.
നരുവോൽ നഷ്ടപ്പെട്ടു. അയാൾ ഉറങ്ങുകയായിരുന്നു. ഉറക്കമെഴുന്നേൽത്തപ്പോ ആ ഒട്ടകത്തെ കാണുന്നില്ല. ആകെ ബേജാറ് വെപ്രാളപ്പെട്ട് അവിടെയും ഇവിടെയൊക്കെ ഓടിച്ചാടി അന്വേഷിച്ച് നടക്കുന്നു. കാണുന്നില്ല, നഷ്ടപ്പെട്ടു പോയി. അതിന്മേലാണ് വിഭവങ്ങളൊക്കെയും ഉള്ളത്, സമ്പാദ്യങ്ങളൊക്കെയും ഉള്ളത്. ആകെ ബേജാറിലായി തളർന്നിരിക്കുമ്പോൾ അതാ കൺമുമ്പിൽ ഒട്ടകത്തെ കാണുകയാണ്. അപ്പോൾ ആ മനുഷ്യനുണ്ടാകുന്ന സന്തോഷത്താൽ ആ മനുഷ്യൻ പറയുന്നു, റബ്ബേ, നീ എന്റെ അടിമയും ഞാൻ നിന്റെ യജമാനനുമാണ്. വിരുദ്ധമായ രീതിയിൽ പറഞ്ഞു പോവുകയാണ്. നീ എന്റെ അടിമയും അള്ളാഹുവിനെ അടിമയാക്കി ഞാൻ യജമാനൻ എന്ന രീതിയിൽ വാക്ക് പറഞ്ഞുച്ചരിച്ചു പോകുകയാണ്. സന്തോഷത്തിന്റെ ആധിക്യത്താൽ മതിമറന്നു പോവുകയാണ്. ഇതെത്രമാത്രം വലിയ സന്തോഷമാണോ ഒരുത്തന് നൽകുന്നത്. നഷ്ടപ്പെട്ടു പോയ വിഭവങ്ങളൊക്കെയും ഒരു അപ്രതീക്ഷിതമായി തീരെയും പ്രതീക്ഷിക്കാതെ തിരിച്ചു കിട്ടുമ്പോഴുണ്ടാകുന്ന ഒരാളുടെ സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷത്തെയാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. അതിനേക്കാൾ നമ്മൾ തൗബ ചെയ്യുമ്പോ അള്ളാഹു സന്തോഷിക്കുന്നു. നമ്മളെ ഓർത്ത് നമ്മൾ പശ്ചാത്തപിച്ചു മടങ്ങുമ്പോൾ അള്ളാഹു നമ്മളെ ഓർത്ത് സന്തോഷിക്കുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസിലൂടെ നാം മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ പറയാണ്, ഫസ്ബിർ ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ വസ്തഗ്ഫിർ ലിദംബിക വസബ്ബിഹ് ബിഹംദി റബ്ബിക ബിൽ അശി വൽ ഇബ്കാർ. അതിനാൽ നീ ക്ഷമിച്ചേക്കുക, തീർച്ചയായും അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. അള്ളാഹു കാരണം ചൊരിയുമെന്ന് പറഞ്ഞാൽ, തെറ്റുകൾ പുറത്തു തരുമെന്ന് പറഞ്ഞാൽ അത് സത്യമാണ്. അതൊരിക്കലും സംഭവിക്കാതിരിക്കുകയില്ല, സംഭവിക്കും. നമുക്ക് ആ അനുഗ്രഹം ലഭിക്കും. അത് സത്യം തന്നെയാണ്. നിന്റെ പാപത്തിന് നീ മാപ്പ് തേടുകയും വൈകുന്നേരവും രാവിലെയും, അതായത് ഓരോ ദിവസത്തിന്റെ രാവിലും പകലും എല്ലാ സന്ദർഭങ്ങളിലുമായി നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം പ്രകീർത്തിക്കുകയും ചെയ്യുക. അള്ളാഹുവിന് സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുക. അള്ളാഹു കൽപ്പിച്ച ആരാധനാ കർമ്മങ്ങൾ കൃത്യതയോടെ സൂക്ഷ്മതയോടെ നിർവഹിക്കുക. തൗബ ചെയ്യുന്ന ഒരു മനുഷ്യന് ഇതുകൂടി ഉണ്ടാവണം. ആരാധനാ കർമ്മങ്ങളിൽ ഭംഗം വരുത്തരുത്. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യന്റെ തൗബ അള്ളാഹു സ്വീകരിക്കുകയും അവൻ ലോകത്ത് ഗുരുതരമായ രീതിയിൽ പാപിയായി മാറിപ്പോയാൽ പോലും പടച്ചവൻ അത് ആത്മാർത്ഥമായ തൗബയാണെങ്കിൽ പുറത്തു കൊടുക്കുകയും അവനെ വിശുദ്ധന്മാരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയാണ്. വല്ലാഹി അന്നീ ലസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി ഫിൽ യൗമി അക്തറ മിൻ 70 മറ. പ്രവാചകൻ മനസ്സിൽ പോലും മോശം ചിന്ത വരാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹുവാണ് ഞാൻ ദിവസവും 70 തവണയിൽ കൂടുതൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ട്, പൊറുക്കലിനെ തേടാറുണ്ട്. പ്രവാചകൻ പറയുകയാണ്, അസ്തഗ്ഫിറുല്ലാഹ് തന്നെയാണ് പൊറുക്കലിനെ തേടൽ. അസ്തഗ്ഫിറുല്ലാഹ് അത് ആത്മാർത്ഥമായിട്ടിരിക്കണം, യാന്ത്രികമായിട്ടാവരുത്. വേറൊരാളായി സംസാരിക്കുമ്പോൾ, വേറൊരാളുടെ സംസാരം ശ്രദ്ധിക്കുമ്പോൾ, വേറെ ചില ചിന്തകളുമായി ഇങ്ങനെ ഒഴുകുമ്പോൾ വെറുതെ ഇങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ അത് തൗബയല്ല. അസ്തഗ്ഫിറുല്ലാഹ് പറയുമ്പോൾ മനസ്സകം അത് മാത്രമായിരിക്കണം. അങ്ങനെ 70 അല്ല, 700 അല്ല, അതിലധികം നമുക്ക് ചൊല്ലാൻ കഴിയും ഈ ഒരൊറ്റ വാക്ക്. അതുകൊണ്ട് പ്രവാചകൻ ദിവസവും 70-ലധികം തവണ പാപമോചനം തേടിയിരുന്നു. മറ്റൊരു ഹദീസിൽ കാണാം 100 തവണ പാപമോചനം തേടിയിരുന്നു എന്ന്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 100 അല്ല, ചിലപ്പോൾ 1000 തവണയെങ്കിലും ചൊല്ലേണ്ടി വരും. അത് ചൊല്ലാൻ ഈ ഒരു വാക്ക് ഒരു പ്രയാസമുള്ള വാക്കായിട്ടല്ല പഠിപ്പിച്ചിരിക്കുന്നത്, ഒരു എളുപ്പമുള്ള വാക്കായിട്ടാണ്. അതിലേക്ക് നമ്മൾ തിരിച്ചു വരണം. വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായി പറയുകയാണ്, സമയത്തിന്റെ കണക്കിലെടുത്തുകൊണ്ട് തോന്നുന്നില്ല. പശ്ചാത്താപം എന്നത് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയും എന്നിട്ട് മരണം ആസന്നമാകുമ്പോൾ ഞാനിതാ പശ്ചാത്തപിച്ചിരിക്കുന്നു, എല്ലാം നഷ്ടപ്പെട്ട് തീരെ അവശനായി ഇനി എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നുള്ള തോന്നുന്ന സമയത്തുണ്ടാവില്ല ഒരു പശ്ചാത്താപം. അതല്ല പശ്ചാത്താപം. പ്രത്യേകിച്ചും ഖുർആൻ സൂചിപ്പിക്കുകയാണ്, പശ്ചാത്താപം എന്നുള്ളത് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയും അവസാനം മരണം ആസന്നമാകുമ്പോൾ ഞാനിതാ പശ്ചാത്തപിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവർക്കുള്ളതേ അല്ല, സത്യനിഷേധികളായിക്കൊണ്ട് മരണമടയുന്നവർക്കും ഉള്ളതല്ല. അങ്ങനെയുള്ളവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. അപ്പൊ നമ്മുടെ ആരോഗ്യ സമയത്ത്, നമ്മുടെ ബോധ സമയത്ത്
നമ്മൾ ചിന്തിക്കാനും നല്ല രീതിയിൽ കാര്യങ്ങൾ ഗ്രഹിക്കാനും കഴിയുന്ന സമയത്ത് തന്നെ പശ്ചാത്തപിച്ച് മടക്കണമെന്നാണ് ഇവിടെ വിശുദ്ധ ഖുർആനിലൂടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ അവസാന 10 നമ്മെ സംബന്ധിച്ചിടത്തോളം ഈത്തിക്കാഫിന്റെ ദിവസങ്ങളാണ്, പ്രാർത്ഥനയുടെ ഖുർആൻ പാരായണത്തിന്റെ ദിവസങ്ങളാണ്, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കേണ്ടുന്ന ദിവസങ്ങൾ ഇതിലുണ്ട്. ഒപ്പം പാപമോചനത്തിനായി സമയം ചെലവഴിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.